Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? അവനൊരു ആർട്ടിസ്റ്റ് ആണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. ഇതല്ലേ വേണ്ട, അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? എന്താണ് ബ്രോ മോഡേണോ? നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? ആണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. നിന്റെയൊക്കെ അഭ്യാസം ഉണ്ടല്ലോ, നിന്റെ നാട്ടിൽ പോയി ഇറക്കിയാൽ മതി. ബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ, ഇതിനൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നിന്റെ ഉദ്ദേശം എന്താടാ? കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഇത് കണ്ടു നിന്നതിന്റെ ഭീകരാവസ്ഥ കണ്ടു നിന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളൊക്കെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു. മനസ്സിലുള്ളത് മുഖത്ത് നോക്കി പറയണം, വാശിയോടെ പറയണം. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇഷ്ടം. ഇത്രമേൽ അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പല സെലിബ്രിറ്റീസും ചോദിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക് കേരളമേ, നാടെ, മനുഷ്യരെ, മലയാളികളെ നാണമില്ലേ എന്ന്. ഞാനും അതാ ചോദിക്കുന്നത്. ഇവനൊന്നും മനുഷ്യത്വം. നിനക്ക് ഞങ്ങളെ ദ്രോഹിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല, പക്ഷേ ആരും ദ്രോഹിക്കപ്പെടരുതെന്നുണ്ട്. കുടിച്ച് വെളിവ് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറിപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ചൊരുത്തൻ കിടക്കുമ്പോ ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെ പ്രവോക്കഡ് ആവും. വേറെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത്. ഇതാര് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും. എല്ലാം തകർന്നു. നീ കള്ളു കുടിക്കുവോ കഞ്ചാവ് അടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യും. അത് നിന്റെ കുടുംബം നശിച്ചോട്ടെ. പക്ഷെ അത്താഴ പട്ടിണിക്കാരൻ ജോലിയും കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയാൽ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് നീ അവിടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈവെക്കും. കൈവെക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇങ്ങനെ പല തെണ്ടി അവരത് മരുന്നും ജീവിതകാലത്ത് നന്നാവില്ല. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ.